വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരനായ ഒരാൾ സ്വന്തം പ്രയത്നം കൊണ്ട് തെരുവിലെ ചപ്പുചവറുകൾ പെറുക്കി വിറ്റ് ഒരു ധനാഠ്യനാകുന്ന സമ്പന്നനാകുന്ന കഥയാണ്. തന്റെ സമ്പത്തും ഐശ്വര്യവും നിലനിർത്താൻ വേണ്ടി മറ്റു പലരുടെയും ബുദ്ധി കടം വാങ്ങുകയും അങ്ങനെ അബദ്ധത്തിൽ ചാടുകയും വീണ്ടും സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കുന്ന ഒരാളുടെ കഥയാണ്. അതാണ് മച്ചു. മച്ചു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മച്ചു എന്ന് പേരിട്ടതല്ല. ഈ കഥാപാത്രം മറ്റുള്ളവരെ വിളിക്കുന്നതാണ് മച്ചു മച്ചു എന്ന്. അപ്പോ അദ്ദേഹം മറ്റുള്ളവരെ മച്ചു മച്ചു എന്ന് വിളിച്ച് മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ മച്ചു എന്ന് വിളിക്കുന്നതാണ് ഈ കഥയിലെ കഥാപാത്രത്തിന്റെ പേരും അതുപോലെ തന്നെയാണ് കഥാപാത്രം. കോമഡി. ചെറുപ്പം മുതലേ തെരുവിൽ വളർന്ന് തെരുവിൽ ജീവിച്ച ഒരു സംസ്കാരവും അയാളുടെ ആ കഥാപാത്രത്തിന്റെ അവരുടെ ചുറ്റുപാടുകൾ അതനുസരിച്ച് എല്ലാ മനുഷ്യരുടെയും ജീവിതമാണ് ഒരുപക്ഷെ അയാളെ ജീവിതത്തിന്റെ പല നിലകളിലേക്കും എത്തിക്കുന്നു. ഈ നഗരത്തിൽ നമ്മുടെ സാധാരണ കൊച്ചിയോ അതുപോലെയുള്ളൊരു വൻനഗരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അഴുക്കുചാലുകളിൽ നിന്നും ഞാനിക്കാളിൽ ജനിച്ചു വളർന്ന് ഒരു സമ്പന്നനായിത്തീരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ ഞാൻ നേരിട്ട് പരിചയമുള്ള ഒരാളെ തന്നെയാണ് ഇതിനകത്തൊരു ഉദാഹരണമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു കാരിക്കേച്ചർ ആക്കിയിരിക്കുന്നത്. ഇതേപോലെ തെരുവ് പെറുക്കിയായിരുന്നു ഒരു സ്ക്രാപ്പ് ഡീലറാകും, വലിയ സ്ക്രാപ്പ് ഡീലറാകുന്നു. ഇപ്പോൾ നിലനിൽക്കുന്നു വലിയ ധനാഠ്യനുമായ ഒരാൾ തന്നെയാണ് ഇതിനകത്ത് കാരിക്കേച്ചർ ആക്കിയിരിക്കുന്നത്, ഒരു മോഡലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യന് വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ട് നിഷ്കളങ്കനാവുന്നല്ലോ. വിദ്യാഭ്യാസമില്ലാത്ത ഒത്തിരി പേര് നിഷ്കളങ്കനല്ലാത്തവരുണ്ട്. പക്ഷെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടില്ല, ബിസിനസ്സിൽ ഒട്ടും കള്ളത്തരം കാണിക്കാത്ത ഒരാളുടെ കഥയാണ്. അപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആകുന്നത് കൊണ്ട് സ്വയം ഒരു ന്യായസ്ഥനും നേരസ്ഥനുമായതുകൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുതന്നെയാണ് മച്ചുവിന്റെയും ജീവിതത്തിലുള്ള വേഷമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേഷത്തിൽ ശ്രദ്ധിക്കുന്നത്. വേഷത്തിലും ഭാവത്തിലും ശ്രദ്ധിക്കണം ഒരു നടൻ. അക്ടർ മേക്ക് ആൻ ആക്ടർ. ആടപാതി അഭിനയം പാതി. അപ്പോൾ തീർച്ചയായിട്ടും അഭിനയത്തിൽ നമ്മൾ ധരിക്കുന്ന കഥാപാത്രത്തിന്റെ വേഷഭൂഷാദികൾ തികച്ചും തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. അഭിനയം പോലെ തന്നെയാണ് നമ്മുടെ അവതരണം. ഒരു ക്യാരക്ടറെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രസന്റേഷൻ ഈ കഥാപാത്രവുമായിട്ട് ഈ കഥാപാത്രമായി അഭിനയിക്കുന്ന നടന്റെ സാമ്യതയാണ്. അല്ലെങ്കിൽ കഥാപാത്രമായി നടൻ എങ്ങനെ ചേരുന്നു, അല്ലെങ്കിൽ കഥാപാത്രം നടൻ എത്രത്തോളം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് കഥാപാത്രത്തിന്റെ. നമുക്കൊന്ന് കാണണമല്ലോ. എല്ലാ കഥാപാത്രവും അഭിനയശേഷി ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ നമ്മള് വളരെ ലളിതമായ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന് അഭിനയം ആവശ്യമില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു.